എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും അങ്ങനെ ആകാംക്ഷകൾ ഉണ്ടാകാറുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള വാർത്തകൾ വരാറുണ്ട്. അത് തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യത്തിൽ എല്ലാ പ്രാവശ്യം വന്നിട്ടുണ്ട്. ചില നിയമസഭാ അംഗങ്ങൾ ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്, ലോക്സഭാ അംഗങ്ങൾ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ എന്റെ പേരില്ല, എന്റെ പേരിങ്ങനെ മാധ്യമങ്ങളിൽ പറയുന്നുണ്ട്. അത് കേൾക്കാൻ ഒരു സുഖമുള്ളതുകൊണ്ട് ഇങ്ങനെ അതുകൊണ്ട് ഞാനത് ഇല്ലെന്ന് പറയുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പില് പറയട്ടെ, തെരഞ്ഞെടുപ്പില് സീറ്റ് ഫൈനലായി പ്രഖ്യാപിക്കുന്നവര് എന്റെ പേരും കൂടെ പറഞ്ഞോണ്ടിരിക്കുന്നത് അത് കേൾക്കാനൊരു നല്ല ഇതായതുകൊണ്ട് ഞാനത് നിഷേധിക്കുന്നില്ല. അല്ലല്ല, അതുകൊണ്ട് ആഗ്രഹം ഇല്ലെന്ന് നിങ്ങൾ ഇനി എന്റെ പേര് കൊടുക്കുന്നില്ല. ഇതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കണമോ, MLA മാർ ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് അതത് പാർട്ടികളാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ച നടന്നതായിട്ട് എനിക്കറിയില്ല. ഞങ്ങളോട് അതിന്റെ അഭിപ്രായം ചോദിച്ചായിട്ടും ഇതുവരെയും അങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചിട്ടില്ല. ചർച്ചകൾ ഇപ്പോൾ കേരളത്തിൽ UDF കക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അത് പൂർത്തിയായതിനു ശേഷം മാത്രമേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയുള്ളൂ. അപ്പോൾ മിക്കവാറും കുറച്ച് സമയം കൂടി എടുക്കും. അതിനിടയിൽ വരുന്ന ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും MPമാരെ ആരെങ്കിലുമൊക്കെ മത്സരിപ്പിക്കണമെന്ന് ഹൈക്കമാൻഡ് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളോടൊക്കെ അത്തരം MPമാരോട് ചോദിക്കേണ്ടതാണ്. എന്തായാലും എന്നോട് ഇതുവരെയും അങ്ങനെ മത്സരിക്കാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ മത്സരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലം അങ്ങനെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊന്നും അങ്ങനെ ഒരു ചോദ്യവും AICCയുടെ ഭാഗത്ത് ഇതുവരെയും ചോദിച്ചിട്ടില്ല. ഞാനും ചിത്രങ്ങൾ കണ്ടിരുന്നു. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചിത്രങ്ങൾ വരുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രനായിട്ടുള്ള ചിത്രങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പലരുമായിട്ടുള്ള ചിത്രങ്ങൾ വരുന്നുണ്ട്. അത് ആ ചിത്രത്തിന്റെ വസ്തുതകൾ എന്താണെന്നുള്ളത് നമുക്കെങ്ങനെ പറയാം? നിങ്ങൾ ഈ CPM-നെതിരെ ഇത്രയും വലിയ പ്രതിഷേധം ഉയർത്തുന്നു, അല്ലെങ്കിൽ അവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ അടൂർ പ്രകാശിന്റെ ഉള്ള ചിത്രങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വാദങ്ങൾ ദുർബലമാകില്ലേ? അടൂർ പ്രകാശ് തന്നെ ആ ചിത്രങ്ങൾ എങ്ങനെ വന്നു എന്നതിനെ സംബന്ധിച്ച് വിശദീകരണം മീഡിയയുടെ മുന്നിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ അത് വിശ്വസിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഗൂഢാലോചന ഉണ്ടെന്ന് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് കേട്ടില്ല. ഞാൻ കേട്ടില്ല അങ്ങനെ ഗൂഢാലോചന ഉണ്ടെന്നുള്ള അദ്ദേഹം പറഞ്ഞാൽ ഞാൻ കേട്ടില്ല. എന്തായാലും അടൂർ പ്രകാശ്